ഫെമിനിസം എന്ന് പറയുന്നത് അത്ര മോശം പദമൊന്നുമല്ല. ഫെമിനിസം എന്ന് പറയുന്നത് തുല്യത എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് സ്ത്രീക്കും പുരുഷനും ഒരേ രീതിയിലുള്ള അവകാശം, ഒരേ രീതിയിലുള്ള അവസരങ്ങൾ, ഒരേ രീതിയിലുള്ള ബഹുമാനം. പക്ഷേ മീസാൻഡ്രി എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. അതായത് പുരുഷനോടുള്ള അതികഠിനമായിട്ടുള്ള ഹേട്രഡ്, അങ്ങനെയുള്ള ഒരു സ്ത്രീകൾ ഒരു വിഭാഗം ഉണ്ടെന്നുള്ളത് സത്യാവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ ഫെമിനിസം ഇതും തമ്മിൽ തെറ്റിദ്ധരിച്ചിട്ട് എപ്പോഴും പുരുഷനെതിരെ പോരാടുന്ന ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷെ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് തുല്യത എന്നും വേണം. സ്ത്രീകൾക്ക് ഇപ്പോൾ തുല്യത ഉള്ളതുകൊണ്ട് മാഡം പറഞ്ഞതുപോലെ അവർ ഒരുപാട് ഇപ്പോൾ മുന്നിട്ട് വരുന്നുണ്ട്, സംസാരിക്കുക തന്നെ വേണം. അവർക്ക് അവസരങ്ങളും വേണം, അവർക്ക് അവരുടെ റൈറ്റ് ടു ഫ്രീഡം കൊടുക്കുകയും വേണം. പക്ഷേ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കുറ്റകൃത്യവും വർദ്ധിച്ചു വരുന്നുണ്ട് സ്ത്രീകളുടേത്. അത് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഈ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയും മാനിപ്പുലേറ്റ് ചെയ്യുന്നവരും പേഴ്സണാലിറ്റി ഇഷ്യൂസ് ഉള്ളവരും അവർക്കും ഈ അവസരം ചൂഷണം ചെയ്യുന്നു, ദുരുപയോഗം ചെയ്യുന്നു. എന്തിന് തുല്യത ഉപയോഗിക്കണം? അവരവരുടെ കരിയർ മുന്നോട്ട് കൊണ്ടുവരുന്നതിന്, അവരവരുടെ നില മെച്ചപ്പെടുന്നതിന് ഈ തുല്യത ഉപയോഗിക്കണം. അല്ലാതെ ക്രൈം ചെയ്യുന്നതിനോ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിനോ മറ്റൊരാളുടെ ജീവിതം ദുസ്സഹമാക്കുന്നതിനോ ഈ തുല്യത ഉപയോഗിക്കാൻ പാടില്ല. നടപ്പിലാക്കണം. അവിടെയാണ് നമുക്ക് നിയമവ്യവസ്ഥ മോഡിഫൈ ചെയ്യേണ്ടത്. എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ, ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങൾ, ലോകത്ത് നടക്കുന്ന റേപ്പുകൾ, ലോകത്ത് നടക്കുന്ന ക്രൈമുകൾ, ഇതിൽ 95% ചെയ്യുന്നത് പുരുഷന്മാരാണല്ലോ, അല്ലെ? 99% ചെയ്യുന്ന പുരുഷന്മാരാണ്. അതുകൊണ്ട് ഈ ഫെമിനിസം എന്ന് പറയുന്ന ആശയത്തിൽ പറയുന്നത് നമ്മൾ സ്ത്രീകൾ എന്നുള്ള രീതിയിൽ കഴിഞ്ഞ 5000 കൊല്ലമായിട്ട് ഇവിടെ അടിച്ചമർത്തൽ അനുഭവിക്കുന്നുണ്ട്. ഈ അടിച്ചമർത്തൽ അനുഭവിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾക്ക് പ്രത്യേകമായ നിയമങ്ങളുള്ളത്, നമ്മൾക്ക് പ്രത്യേകമായ പരിഗണന ഉള്ളത്. അപ്പം ഇവിടെ വ്യാജ പരാതികളാണ് നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ, വ്യാജ പരാതികൾക്കെതിരെ കമ്മീഷൻ വരണം. കാരണം ചേച്ചി പറഞ്ഞു വ്യാജ പരാതിയുടെ കാര്യം, ഇതൊരു സ്ത്രീയോ പുരുഷനോ മാത്രം. നമ്മളെ സമൂഹം ചലിക്കുന്നത് മുന്നോട്ടാണ്, ഒരിക്കലും പിന്നോട്ടല്ല. പുരുഷനെ കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് വേണം. പുരുഷാവകാശ കമ്മീഷൻ വേണം തന്നെയാണ് ഞങ്ങളും അഭിപ്രായപ്പെടുന്നത്. ഇക്വാലിറ്റി തന്നെയാണ് വേണ്ടത്. അപ്പോ സ്ത്രീകൾക്ക് ഒരു സ്ഥലം ഉള്ളതുപോലെ തന്നെ പുരുഷന്മാർക്കും എല്ലാ കാര്യങ്ങളും സംസാരിക്കാനും ഇതാക്കാനും ഒരു സ്ഥലം വേണം. ഇപ്പൊ ഇവിടെ പറഞ്ഞ പോലെ തന്നെ എനിക്കും പുരുഷാവകാശം വരണം എന്ന് തന്നെയാണ് ആഗ്രഹം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് അവകാശമുള്ള പോലെ തുല്യമായിട്ട് തന്നെ പുരുഷന്മാർക്കും അവകാശമുണ്ട്. സ്ത്രീകൾക്ക് വേദന എടുക്കുന്നത് പോലെ തന്നെ പുരുഷന്മാർക്കും വേദന എടുക്കും. അപ്പൊ അവർക്ക് ചോദിക്കാനും ആൾക്കാർ വേണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. ചെറുപ്പക്കാരികൾ പറയുന്നു പുരുഷ കമ്മീഷൻ വേണമെന്നാ പറയുന്നത്. അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ പറയാം അറിയട്ടെ. അപ്പൊ എന്താന്ന് വെച്ചാല് ഈ ഫെമിനിസം എന്ന് പറയുമ്പോ എല്ലാവർക്കും ഒരു പേടിയാ. ഫെമിനിസം എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നതിനെയാണ് ഫെമിനിസം എന്ന് പറഞ്ഞത്. അതാണ് സ്ത്രീ പുരുഷ സമത്വം. പറയട്ടെ മോളെ, സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്നത് പുരുഷനെ വേറെ കണ്ടും സ്ത്രീനെ വേറെ കാണാന്നൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചെറുപ്പത്തിൽ തന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് അവർ ഈക്വൽ ആണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല? അതാണ് എന്റെ ക്വസ്റ്റ്യൻ. എന്തുകൊണ്ട് പറ്റുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് അതിനെ എതിർക്കുന്നു? അതാണ് എന്റെ ക്വസ്റ്റ്യൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.